ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. കണ്ണോപ്പറേഷനൊക്കെ കണ്ടു വന്നിട്ടിരിക്കുകയാണ്. എനിക്ക് 10-12 ദിവസമായി കണ്ണാടി ഇട്ടിട്ടില്ല. ഒരു ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമ്മുടെ അയ്യപ്പൻ്റെ അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും ആ നമ്പൂരിൻ്റെ മേലെ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ആ വിഗ്രഹം കൊണ്ടുപോയിട്ട് നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ വീട്ടിൽ പോയിട്ട് ഓരോ കൊണ്ടുപോയി പൂജയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ശബരിമലയിൽ കോടിക്കണക്കിന് ആസ്തി നാട്ടുകാരൊക്കെ കട്ടിട്ട് പോയി, കുറേ പാർട്ടിക്കാർ കട്ടിട്ട് പോയി. എന്തിനാണ് ഒരു ദേവസ്വം? നമ്മുടെ ഈ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ മാത്രം എന്തിനാണ് ഒരു ദേവസ്വം? ഇപ്പോൾ അതെന്നാൾ പഴമങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ അവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ പിച്ചളയാണെന്നോ, അങ്ങനെ കുറേ മെഴുകുതി, കുറേ ചമ്മന്തിരികൾ, കുറേ നെയ്യ്, അങ്ങനെ എല്ലാം. പിന്നെ അതുമാതിരി കറുപ്പ് പൊട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്തോ കെമിക്കലിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ ഈ പോണവർ മൊത്തം ഇപ്പോൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോണവരൊക്കെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോണവരൊക്കെ വളരെ തുച്ഛമായതേ മാത്രമേ എടുത്തുള്ളൂ. വേറെ നാട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്ര, അവിടെ നിന്ന് ആൾക്കാർ മൊത്തം കെട്ടുകണക്കിന് കാശിടുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ദൈവത്തിന് കാശ്? ദൈവത്തിന് കാശിൻ്റെ ആവശ്യമില്ല. ഒരു ചന്ദനത്തിന് കുറച്ച് എണ്ണ, കുറച്ച് ഇതൊക്കെയല്ലേ ദൈവത്തിന് വേണ്ടത്. പിന്നെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ആങ്ങളമാരൊക്കെ അരവണ പായസം മറ്റേ ഉണ്ണിയപ്പം കൊണ്ടുവരുമ്പോൾ തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഉണ്ടാക്കിയിട്ട് അത് എടുത്തു വെച്ചിട്ട് തിന്നാൻ വല്ല രുചിയുണ്ടോ? അതിന് ഉണ്ടാവും. വെറും തല്ലുപുളിയും എടുത്തു വെച്ചിട്ടും അതിൽ പാറ്റിയും പുഴുവും അരണയും എല്ലാവിധ സംഭവങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സംഭവം. എൻ്റെ അറിവിലല്ല, മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ അമ്പലത്തിൽ പോയാൽ കാശിടാറില്ല. എന്തിനാണ് ദൈവത്തിന് കാശ്? നമ്മുടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ ആ ദൈവങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പലത്തിലും അത്യാവശ്യം എങ്ങനെ കുറഞ്ഞു പോയാലും ഓരോ ദൈവങ്ങൾക്കും 10 പവൻ 20 പവൻ്റെ സ്വർണ്ണമുണ്ട്. ഇപ്പോൾ പിന്നെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ കിലോ കണക്കിന്, ശബരിമലയിലാണെങ്കിൽ കിലോ കണക്കിന്, പഴമങ്ങാടിയിലാണെങ്കിൽ കിലോ കണക്കിന്. ചെറിയ അമ്പലത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് 10-15 പവൻ്റെ സ്വർണ്ണം. അതിൻ്റെ പുറമെ ഈ ദൈവങ്ങളുടെ പേരിൽ കൃഷി, സ്ഥലങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഈ മുസ്ലിമിൻ്റെ അമ്പലങ്ങളൊക്കെ അവർ ദേവസ്വത്തിലേക്ക് കൂട്ടാത്തത് എന്തേ? ക്രിസ്ത്യന്മാരിൻ്റെ പള്ളിയൊക്കെ എന്തേ ഇവർ ദേവസ്വത്തിലേക്ക് കൂട്ടാത്തത്? പുള്ളിപ്പോവും ഒരു പ്രാവശ്യം പറയുള്ളൂ, കഴുത്തിൻ്റെ മേലെ തലയുണ്ടാവില്ല. ഈ ദേവസ്വം മന്ത്രിക്കാരൊക്കെ പോയിട്ടുണ്ടെങ്കിലേ മനസ്സിലായാലും പേടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹിന്ദു മതത്തിന് പറഞ്ഞ കൂട്ടായ്മയില്ല. മനസ്സിലായി? ഇപ്പോൾ ഈ പിണറായി വിജയനെ മാത്രമല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ വിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത്, ദൈവവും ഇല്ല എന്നാണ് പറയുന്നത്. അവരിൻ്റെ കൂടെ ആരാ ഉള്ളത്? മുസ്ലിമുകൾ വിരലിലുണ്ടാകുന്ന ആൾക്കാരുള്ളൂ. മൊത്തം ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളിൽ തന്നെ ദൈവത്തിന് വിശ്വാസമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യമില്ല, കൂട്ടായ്മ. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളുടെ സ്വത്തും മുതലും എല്ലാം കള്ളത്തരത്തിൽ കക്കുന്നതും പിടിച്ചു പറിക്കുന്നതും ഒക്കെ. ഇതുകൊണ്ടാണ് ഒത്തൊരുമയില്ലാത്ത കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ശബരിമലയ്ക്ക് പോവുകയാണെങ്കിലും ഒരു അമ്പലത്തേക്ക് പോവുകയാണെങ്കിലും സ്വർണ്ണങ്ങളാവട്ടെ, വെള്ളിയാവട്ടെ, പിച്ചളയാവട്ടെ ഒന്നും കൊടുക്കണ്ട. വേണമെങ്കിൽ ഒരു കുപ്പി എണ്ണയും ഒരു ചന്ദനത്തിൻ്റെ പാക്കറ്റ് മാത്രം കൊണ്ട് കൊടുക്കുക. ദൈവത്തിന് തൊഴുത് ഇതൊക്കെ കൊടുത്താൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കലോ ഒന്നുണ്ടാ? സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നും കൊടുക്കാണ്ടും ദൈവങ്ങൾ അനുഗ്രഹിക്കും. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പോൾ ഇനിയെങ്കിലും ഹിന്ദുക്കൾ കൂട്ടായ്മയിൽ നിന്നില്ലെങ്കിൽ ഹിന്ദുക്കളിനെ വിറ്റ് തിന്നാനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ കണ്ണും വിളിച്ച് നിൽക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ.